എനിക്ക് ചോദിക്കാനുള്ളത് BJP പ്രതിനിധിയോടാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളും കോലാഹലങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ വിധി വന്ന സമയത്ത് BJPയുടെ നിലപാട് എന്തായിരുന്നു? താങ്കൾക്കൊന്ന് പറയാമോ? താങ്കൾ കുറുക്കൻ്റെ കഥ പറഞ്ഞാൽ നന്നായി. നിങ്ങളുടെ ആണല്ലോ കുറുക്കൻ കണ്ണ്. ഇപ്പം ഇലക്ഷൻ ആയപ്പോൾ നിങ്ങൾക്കാണ് ഇപ്പോൾ രാഷ്ട്രീയം ഇപ്പം ഇവർ മുതലെടുക്കാനുള്ള ആഗ്രഹം മൂത്തത്. കാരണം ഇപ്പോൾ അന്ന് സ്ത്രീ പ്രവേശനം ഉണ്ടായിരുന്നു. ഇന്ന് അയ്യപ്പ സംഗമം ഒരു സതുദ്ദേശത്തോടുകൂടി സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, അങ്ങനെ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുക, ഇതാണ് BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രതിനിധികൾ കൂടെ ഉണ്ട്, ഞാൻ അവരിലേക്ക് കൂടി ഒരു മിനിറ്റ്. എൻ്റെ ആദ്യത്തെ ചോദ്യം പറയാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും നിലപാടെന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ആചാരം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. രണ്ടാമതായിട്ട് ഇവിടെ ആരാണ് ഇലക്ഷൻ എടുത്തപ്പോഴത്തേക്ക് ഈ അവസരവാദമൊക്കെ ചെയ്യുന്നത്? ഈ ഇലക്ഷൻ എടുത്തപ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, സർക്കാരാണെന്ന്. ആ സുവർണാവസരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണെന്ന്. അതല്ല ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് ഇത് നേരത്തെ ആയിക്കൂടാ? ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഒന്നും സാധിച്ചിട്ടില്ല. അതാണ് ഇലക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഈ ശബരിമലയിലെ വികസനങ്ങളൊക്കെ നടത്തുന്നു എന്ന് പറയുമ്പോൾ 2019 ഈ ദ്വാരപാലക വിഷയം ഉണ്ടാകുന്നത്. 2019 ഇത് അവിടെ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് പോയതാണ്. അതുപോലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആളുകൾ എന്ത് വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടുള്ള ഒരു നടപടിയാണ്. അതല്ലാതെ അതിൽ ഞങ്ങൾ ഭക്തരോടൊപ്പം നിൽക്കുന്നു, ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിന് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി തന്നെ പറഞ്ഞല്ലോ, സംഘപരിവാർ മനസ്സ് എന്നൊക്കെ പറഞ്ഞില്ല. ഞങ്ങളത് അഭിമാനിക്കുന്നു, അംഗീകരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു, അത് ഞങ്ങൾ ശരി ചെയ്യുന്നതുകൊണ്ടാണ്. അതിനോട് ഉത്തരം പറഞ്ഞോട്ടെ, അതിനും കൂടെ ഒരു ഉത്തരം പറഞ്ഞോട്ടെ. ഈ കേരളം എന്ന് പറയുന്നത് BJPക്ക് ഒരു ML, ഇവിടെ BJPക്ക് 25% വോട്ടുണ്ട്. CPM എത്ര ശതമാനം വോട്ടുണ്ടെന്നറിയോ? 25 or 26. MP കേരളത്തിൽ നിന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒന്നാണ്. കേരളത്തിൽ നിന്ന് MP-മാരുടെ എണ്ണം CPM-നും BJPക്കും ഒന്നാണ്. ഞങ്ങളും നിങ്ങളും തമ്മിൽ 2-3% വോട്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ഈ രാജ്യത്തെ മുഴുവൻ MLA-മാരുടെ എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ഈ ആനയുടെ മുമ്പിൽ വന്നിട്ട് ആടിങ്ങനെ വന്നിട്ട് പറയുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് അത്തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട. നമുക്ക് വിഷയത്തിന്റെ മെറിറ്റിലോട്ട് വരാം. കൂട്ടിച്ചേർക്കാം. അതിനുശേഷം അദ്ദേഹത്തിന് മറുപടി കൂടി വേണം. ഞാൻ ഒന്ന് അദ്ദേഹത്തിന് മറുപടി. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ആദ്യം തന്നെ സ്ത്രീ പ്രവേശനത്തിന് എതിരായിട്ടുള്ളത് തന്നെയാണ്, തീർച്ചയായിട്ടും. കാരണം ഞാൻ ശബരിമല കർമ്മസമിതിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ എത്തുന്നത്. അത് ശബരിമല കർമ്മസമിതിയുടെ നിലപാട് നോക്കിയാൽ മതി. ഒക്ടോബർ 2 പന്തളം കൊട്ടാരം ശശികുമാര വർമ്മ തിരുമനസ് ഒരു ആഹ്വാനം നടത്തി ഭക്തജനങ്ങൾ അവിടെ എത്തണമെന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അവിടെ എത്തിയിട്ടുള്ളത്. നിരവധി ആൾക്കാരാണ്, ലക്ഷങ്ങളാണ്. അപ്പം ആദ്യം മുതലേ നിലപാടിൻ്റെ കാര്യത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ശബരിമല കർമ്മസമിതിക്ക് ഒരേ നിലപാടേ ഉള്ളൂ. അവർ സ്ത്രീ പ്രവേശനത്തിന് എതിരായ നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൂടാതെ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇപ്പോൾ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഈ ഒരു എത്രയും പെട്ടെന്ന് സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്നെങ്കിലും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി വിധികൾ പലതുമുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇവിടുത്തെ ഓർത്തഡോക്സ് സഭയുടെയും പാത്രീസ് സഭയുടെയും ഒരു സഭാക്കേസുണ്ട്. ആ സഭാക്കേസ് 20 വർഷം കഴിഞ്ഞ് ഇപ്പം വിധി വന്നിട്ട് 20 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ അത് നടപ്പിലാക്കാനെ കൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും സർക്കാർ മാറി പല സർക്കാരും 5 സർക്കാർ വന്നു. ഇവിടുത്തെ ഒരു സർക്കാരിന് അത് ഇതുവരേക്കും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഹിന്ദുവിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നടപ്പിലാക്കാനെ കൊണ്ടൊക്കെ മുന്നിട്ടിറങ്ങിയത്. സംഘടിതമായ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള കോടതി വിധിയും നടപ്പിലാക്കാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘടിത ന്യൂനപക്ഷ വോട്ട് ബാങ്ക് നിങ്ങൾക്കെതിരാവുമെന്ന് കണ്ടുകൊണ്ട് ഇതുവരെ അത് നടപ്പിലാക്കാൻ നിങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല. അതാണ്